പ്രിയ യുവ സുഹൃത്തുക്കളെ, UCAT എന്ന യുവാക്കൾക്കായിട്ടുള്ള കാറ്റഗിസം ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. UCATൻ്റെ 4ാം ഭാഗത്ത് ഏകദേശം 60ഓളം ചോദ്യങ്ങളാണ്, അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഭാഗം പ്രധാനമായിട്ടും പ്രാർത്ഥനയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്രാർത്ഥനയെപ്പറ്റി ഉള്ള നമ്മുടെ വീക്ഷണങ്ങൾ എന്തായിരിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മെ സഹായിക്കുന്നു. നമുക്കെങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണ് ക്രൈസ്തവ ജീവിതത്തിൽ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുവാനുള്ള വഴികൾ എന്തെല്ലാമാണ്? കർത്തൃപ്രാർത്ഥനയുടെ വിവിധ ഭാഗങ്ങൾ, ഇവയെപ്പറ്റിയെല്ലാമാണ് ഈ ഭാഗത്ത് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയുടെ സാങ്കത്യത്തെപ്പറ്റി, പ്രാർത്ഥനയുടെ ആവശ്യകതയെപ്പറ്റിയാണ് ഈ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയെ ലളിതമായിട്ട് നിർവചിക്കുകയാണെങ്കിൽ അത് ഹൃദയം ദൈവത്തിലേക്ക് തിരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് ഉള്ള ലളിതമായൊരു നോട്ടം എന്നാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥനയെ നിർവചിച്ചിട്ടുള്ളത്. എത്രയോ ലളിതമായിട്ടാണ് പ്രാർത്ഥനയെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു കവാടം, അതാണ് പ്രാർത്ഥന എന്ന് UCAT നമ്മോട് പറയുകയാണ്. നിങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ടോ? അതിന് വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കാൻ പ്രാർത്ഥന എന്ന കവാടത്തിലൂടെ നാം കടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇനിമേൽ തൻ്റേതായി ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കുന്നുമില്ല. തനിക്ക് സംസാരിക്കുവാനുള്ള ഒരു ദൈവമുണ്ട് എന്ന് അയാൾ വിശ്വസിക്കുന്നു, അയാൾ മനസ്സിലാക്കുന്നു, അയാൾ അറിയുന്നു. പ്രാർത്ഥിക്കുന്നവർ തങ്ങളെ തന്നെ കൂടുതലായി ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നു. ഒരിക്കൽ മുഖാഭിമുഖം കണ്ടുമുട്ടുവാനുള്ളവനുമായി ഐക്യപ്പെടുവാൻ ഇപ്പോഴേ പരിശ്രമിക്കുന്നു. അതുകൊണ്ട് അനുദിനം പ്രാർത്ഥിക്കുവാനുള്ള പരിശ്രമം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഒരു ടെക്നോളജി പഠിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു സാങ്കേതിക വിദ്യ പഠിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ ഉപയോഗിക്കും. അപ്രകാരമായി അല്ല പ്രാർത്ഥന പഠിക്കേണ്ടത്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു ദാനം തന്നെയാണ് പ്രാർത്ഥന എന്നാണ് UCAT 469 ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത്. അത് വിസ്മയകരമായിട്ട് നമുക്ക് തോന്നാം. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു ദാനം, അതാണ് പ്രാർത്ഥന. ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് പല പ്രേരകങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, നാം അനന്തമായ ഒരാഗ്രഹം കൊണ്ടു നിറഞ്ഞിരിക്കുന്നവരാകയാലും മനുഷ്യരായ നമ്മെ ദൈവം തനിക്ക് വേണ്ടി തന്നെ സൃഷ്ടിക്കയാലും നാം പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ ഇത് തന്നെയാണ്, ഇനീഷ്യേറ്റീവാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും നാം ദൈവത്തെ മറന്നു പോകുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നാം പരിശ്രമിക്കാറുണ്ട്. ദൈവത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയോ അവിടുത്തെ നിഷേധിക്കുകയോ ചെയ്താലും അവിടുന്ന് നമുക്കായി നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് ദൈവമാണ് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ ആത്യന്തികമായിട്ട് പ്രേരിപ്പിക്കുന്നത്. നാം അവിടുത്തെ അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ അന്വേഷിക്കുന്നു. അവിടുന്ന് നമ്മെ അത്യധികം ആഗ്രഹിക്കുകയും നമ്മെ വിളിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹം ജനിപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു കൊട്ടേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക, നിങ്ങൾക്ക് കഴിയാത്തതിനായി പ്രാർത്ഥിക്കുക. എത്രയോ മനോഹരമായ ഒരു ഡിക്റ്റമാണത്. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ചെയ്യുക, കഴിയാൻ സാധിക്കാത്തത്, ചെയ്യാൻ പറ്റാത്തത്, അതിനെപ്പറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ അത് ചെയ്യുവാൻ വേണ്ട കഴിവ് ദൈവം അപ്പോൾ നിങ്ങൾക്ക് നൽകും എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്. തത്വചിന്തകനായ സോറേൻ കീർക്കെഗാഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം സംസാരിക്കുന്നത് കേൾക്കുവോളം കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം
സംസാരിക്കുന്നിടത്തോളം കേൾക്കുവാൻ സന്നദ്ധമാകുന്നതിനെയാണ് പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പ്രാർത്ഥനയുടെ ഒരു മാതൃകയായിട്ട് പഴയ നിയമത്തിൽ അബ്രഹാമിനെ വരച്ചു കാണിക്കുകയാണ്. അദ്ദേഹം ദൈവത്തെ ശ്രവിച്ചു, ദൈവം പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് അബ്രഹാം പ്രാർത്ഥനയുടെ മാതൃകാ പുരുഷനായിട്ട് നിലകൊള്ളുന്നത്. എങ്ങോട്ടെല്ലാം പോകുവാൻ അദ്ദേഹത്തോട് ദൈവം ആവശ്യപ്പെട്ടോ അങ്ങോട്ടെല്ലാം പോകുവാൻ, ദൈവത്തിന് ഇഷ്ടമെന്ത് എന്ന് ചെയ്യുവാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രാർത്ഥനയുടെ ഒരു മാതൃകയായിട്ട് യുക്യാറ്റ് വരച്ചു കാണിക്കുന്നത്. കാരണം അബ്രഹാം പോയിടത്തെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട് അദ്ദേഹം ദൈവിക സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. അൽത്താരകൾ പോലെ ബലിപീഠങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ജീവിതത്തെ യാത്രയിൽ അനേക വിധത്തിലുള്ള ദൈവാനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ടാണ് അബ്രഹാമിനെ പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട്, പ്രാർത്ഥനയുടെ മാതൃകയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി മോശ, അടുത്ത ഒരു ഫിഗർ ഇവിടെ കാണിക്കുന്നത് മോശയാണ്. മോശ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവത്തോട്? മോശ ദൈവത്തോട് സംസാരിക്കുവാൻ, മോശയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് ദൈവത്തോട് സംസാരിക്കലാണ് പ്രാർത്ഥന ആയിരുന്നത്. പ്രാർത്ഥിക്കൽ എന്ന് എന്താണ് പ്രാർത്ഥിക്കൽ? ദൈവത്തോടുള്ള സംസാരിക്കൽ ആണ് പ്രാർത്ഥിക്കൽ എന്ന് മോശയിൽ നിന്നും നാം പഠിക്കുന്നുണ്ട്. കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയുമായി യഥാർത്ഥ സംഭാഷണം നടത്തി അദ്ദേഹത്തിന് ഒരു ദൗത്യം നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. മോശ ആ സമയത്ത് തടസ്സങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ ദൈവം ആ തടസ്സങ്ങളെല്ലാം മാറ്റി അദ്ദേഹത്തിന് തൻ്റെ നാമം വെളിപ്പെടുത്തി കൊടുത്ത് ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. അതായത് ബൈബിളിൽ ഏകദേശം 767 പ്രാവശ്യം മോശയെ പറ്റി പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനായിട്ടുള്ള ഒരു പ്രവാചകൻ, നിയമദാതാവ്. അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹം വിജയിച്ചതിന് കാരണം പ്രാർത്ഥനയിൽ നിന്നും ഉരുത്തിരിഞ്ഞു കിട്ടിയ ശക്തിയും ഊർജവും കൊണ്ടാണ് അദ്ദേഹത്തിന് അപ്രകാരം ഉള്ളൊരു ജനതയെ നയിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചിരുന്നത് പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നുവെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ജനങ്ങളെ പഠിപ്പിക്കുകയോ ചെയ്യേണ്ടതിന് മുൻപായി അദ്ദേഹം പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് പിൻവലിഞ്ഞിരുന്നതായിട്ട് മോശയുടെ ജീവിതം നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഇനി പഴയ നിയമത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മനോജ്ഞമായിട്ടുള്ള ഒരു രംഗം കാണുന്നത് സങ്കീർത്തന പുസ്തകങ്ങളിലാണ്. സങ്കീർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എപ്പോഴെല്ലാം സ്വയമേവ വിചാരം വരുന്നില്ലേ, അപ്പോഴെല്ലാം ഒരു 2 സങ്കീർത്തനം എടുത്ത് വായിച്ചാൽ തന്നെ അതൊരു പ്രാർത്ഥനയായിട്ട് മാറും. കാരണം ദൈവത്തോടുള്ള സംഭാഷണമാണല്ലോ പ്രാർത്ഥന, ദൈവത്തിലേക്കുള്ള തിരിയലും നോട്ടവുമാണല്ലോ പ്രാർത്ഥന. സങ്കീർത്തനങ്ങളും അതോടൊപ്പം സ്വർഗസ്ഥനായ എന്ന ജപവും തിരുസഭയുടെ പ്രാർത്ഥനകളുടെ മഹാനിക്ഷേപത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ 150 സങ്കീർത്തനങ്ങൾ, അത് പാട്ടുകളാണ്, കീർത്തനങ്ങളാണ്, പ്രാർത്ഥനകളാണ്, അവയുടെ എല്ലാം സമാഹാരങ്ങളാണ്. അവയിൽ ചിലത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളവയാണ്. ഇന്നും സഭാ സമൂഹത്തിൽ യാമപ്രാർത്ഥന അല്ലെങ്കിൽ കാനോന ജപപ്രാർത്ഥന, കാനോന നമസ്കാരം എന്നെല്ലാം നാം കേൾക്കും. ലിറ്റർജി ഓഫ് ദി അവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സങ്കീർത്തനത്തിലുള്ള പ്രാർത്ഥനകളാണ് ഉപയോഗിക്കുന്നത് ഇന്നും. കാരണം സമർപ്പിതരായിട്ടുള്ള വ്യക്തികൾ 3 നേരവും പ്രഭാത ജപത്തിലും സായഹ്ന ജപത്തിലും രാത്രി ജപത്തിലും എല്ലാം സങ്കീർത്തനങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല മാതൃക സങ്കീർത്തന ഗ്രന്ഥകാരൻ നമുക്ക് നൽകുന്നുണ്ട്. സങ്കീർത്തനം എടുത്ത് സങ്കീർത്തനത്തിൽ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും എല്ലാ ഭാവങ്ങൾ, ഒറ്റപ്പെടലിൻ്റെയും നിന്ദിക്കപ്പെടുന്നതിൻ്റെയും വേദനയുടെയും എല്ലാ അനുഭവങ്ങളാണ് സങ്കീർത്തകനുള്ളത്. അതുകൊണ്ട് തന്നെ അവയിലൂടെയെല്ലാം നാം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സന്തോഷം തോന്നുമ്പോൾ ദുഃഖകരമായ സങ്കീർത്തനം വായിച്ചാൽ സഭാഗാത്രത്തിൽ ആ നിമിഷം ഞാൻ സന്തോഷിക്കുകയാണെങ്കിലും മറ്റൊരു വ്യക്തി ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ആത്മാവുമായിട്ട് ഒന്നു ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു രംഗമായിട്ട് സങ്കീർത്തനം മാറുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സമയത്തെല്ലാം സങ്കീർത്തനങ്ങളിൽ നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് തിരിഞ്ഞു നോട്ടം നടത്തുക തന്നെ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി യേശു എങ്ങനെയാണ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്? യേശു തൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥന പഠിച്ച ആളാണ്. സിനഗോഗിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായിട്ടുള്ള അതിർത്തികൾക്കപ്പുറം പ്രാർത്ഥനയുടെ മാനങ്ങൾ തേടുവാൻ ഈശോയ്ക്ക് സാധിച്ചു. സ്വർഗസ്ഥനായ പിതാവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു സമയത്താണ് പ്രാർത്ഥനയുടെ ഏറ്റവും അറ്റത്തെത്തുന്നത് എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു തന്നു. ഇനി ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഈശോ തൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയാക്കി മാറ്റി. അതായത് നിർണായക നിമിഷങ്ങളെല്ലാം ഈശോയുടെ ജീവിതത്തിൽ, മരുഭൂമിയിലെ പരീക്ഷ, ശിഷ്യന്മാരുടെ തിരഞ്ഞെടുക്കൽ, കുരിശിലെ മരണം തുടങ്ങിയിട്ടുള്ള എല്ലാ നിർണായക സമയത്തും ഈശോയുടെ പ്രാർത്ഥന സവിശേഷമാം വിധം തീവ്രതരമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. മാത്രവുമല്ല, പലപ്പോഴും സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് പിൻവലിയുന്നത്. മോശയെ പോലെ തന്നെ ഈശോയും അപ്രകാരം പിതാവിനോട് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഈശോ മരണത്തെ നേരിട്ടപ്പോൾ പോലും എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് സുവിശേഷത്തിൽ, മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈശോ പറഞ്ഞത് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. ഇതൊരു പ്രാർത്ഥനയുടെ ഒരു രംഗമാണ്. കാരണം ദൈവിക തിരുമനസ്സിനോടുള്ള അടിയറ വയ്ക്കുന്ന ഒരു അനുഭവമാണ് ഈശോ അവിടെ പ്രാർത്ഥനയിലൂടെ വെളിവാക്കിയത്. പിന്നെ കുരിശിൽ കിടന്ന് ഈശോ എന്താ പ്രാർത്ഥിച്ചത്? പിതാവ്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലൂക്ക 23-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇതും ഒരു അടിയറ വയ്ക്കുന്ന ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു മാതൃക. ദൈവപിതാവ് തൻ്റെ ജീവിതത്തിലൂടെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് നമ്മെ ഒരു വ്യക്തി സ്വയം പ്രാപ്തനാകണം. അതിനുള്ള മാതൃകയാണ് ഈശോ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അത് യേശുവിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ പഠിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്: യേശുവിലുള്ള അതിരറ്റ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, അവിടുന്നുമായി പ്രാർത്ഥനയിൽ ഒന്നായിട്ട് മാറുക. അതിനുശേഷം പടിപടിയായി പിതാവിൻ്റെ പക്കലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വസ്തുത. അതുമാത്രമല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ വിശ്വസിക്കണം എന്നൊരു ചോദ്യം ഒരു പക്ഷേ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശോയുടെ ഭൗതിക ജീവിതകാലത്ത് അനേകം പേർ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കേൾക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്ത യേശു നമ്മുടെ യാചനകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അവ പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. സിനഗോഗ് അധികാരിയുടെ പ്രാർത്ഥന നമുക്കറിയാം: കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം എൻ്റെ മകൾ സൗഖ്യം പ്രാപിക്കും, എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോയോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആ പ്രാർത്ഥന ശ്രവിക്കപ്പെട്ടതായിട്ട് ഈശോയുടെ ജീവിതം തന്നെ വെളിവാക്കുന്നുണ്ട്. സുവിശേഷം തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടും എന്നുള്ളതിന് ഏറ്റവും ഉറപ്പേറിയിട്ടുള്ള ഒരു ചിന്ത നമുക്ക് ലഭിക്കുന്നത്. ഇനി പരിശുദ്ധ മറിയം പ്രാർത്ഥനയുടെ ഒരു മാതൃകയാണ്. പരിശുദ്ധ മറിയം പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ഈശോയ്ക്ക് ലഭിച്ച അതേ ആ പ്രാർത്ഥന, ദൈവമേ അങ്ങേ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് മറിയം അപ്രകാരം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് നമുക്കറിയുന്നു. നിന്റെ ഹിതം പോലെ, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണല്ലോ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറിയത്തെ പോലെ നമ്മൾ സമ്മതമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നയിക്കുവാൻ അവസരം ലഭിക്കും. ദൈവത്തിന് തൻ്റെ നിത്യജീവൻ നമ്മിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് നമ്മുടെ സമ്മതം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു മാതൃക. ഇനി നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ശ്രമിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെല്ലുന്നത്. ഇത് മുഴുവനും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന നമ്മൾക്ക് മറിയത്തിൻ്റെ ആ അരൂപിയെ ദൈവത്തിൻ്റെ പക്കൽ നിന്നും കൃപകൾ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ആ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായി കുടുംബ പ്രാർത്ഥനയിൽ ജപമാലയാണ്
സുവിശേഷത്തിൻ്റെ സാരസംത്തയായ ജപമാല രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിച്ച ഒരു അബദ്ധം, ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നമ്മൾ പറയും നമ്മുടെ കർത്താവ് യേശു പാടുപെട്ട് മരിച്ചതിന് 3-ാം നാൾ ഉയർത്തു എന്നതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. ആ ധ്യാനം വിട്ടുപോകുന്നു, അനുഷ്ഠാനം മാത്രമായിട്ടും മാറുന്നൊരു അപകടം ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ധ്യാനം ഒരല്പനേരം ഒന്ന് ധ്യാനിക്കുവാനായിട്ട്, ജപമാലയ്ക്ക് മുൻപാണെങ്കിലും ഒന്ന് ധ്യാനിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾ ചൊല്ലുമ്പോഴെങ്കിലും അത് ധ്യാനാത്മകമായിട്ട്, ആ ധ്യാനത്തിൻ്റെ ഒരു തലം വിട്ടുപോകുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജപമാല പ്രാർത്ഥന എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നൊരു ചോദ്യം ഇതിൻ്റെ അകത്തുണ്ട്. യുക്യാറ്റിൽ പറയുന്നുണ്ട്, ജപമാല പ്രാർത്ഥന തുടങ്ങുന്നത് പിതാവിൻ്റെ ത്രിത്വൈക സ്തുതിയോടുകൂടെയാണ്. അതിനുശേഷം ശ്ലീഹാന്മാരുടെ വിശ്വാസം ശ്ലീഹാന്മാർ നൽകിയിട്ടുള്ള ആ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. പിന്നീട് 3 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക ദാനങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദശകങ്ങളുള്ള ജപമാല നമ്മൾ ആരംഭിക്കുന്നത്. സമ്പൂർണ്ണ ജപമാലയിൽ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളും ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളും മഹിമയുടെ രഹസ്യങ്ങളും പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളും കൊണ്ട് നമുക്കറിയാം. സന്തോഷകരമായ ദൈവരഹസ്യങ്ങളിൽ മിശിഹായുടെ ജനനത്തെ പറ്റിയുള്ള മംഗളവാർത്ത, അനൗൺസിയേഷൻ, വിസിറ്റേഷൻ ഓഫ് ദ ബ്ലെസ്ഡ് വെർജിൻ മേരി, മറിയം മാലാഖയെ സന്ദർശിക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. 3-ാമതായിട്ട് നേറ്റിവിറ്റി, ബെത്ലഹേമിലുള്ള ഈശോയുടെ ജനനം. 4-ാമതായിട്ട് പ്രസൻറ്റേഷൻ അറ്റ് ദ ടെമ്പിൾ, മറിയവും യോസേപ്പും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കുന്നു. 5-ാമതായിട്ട് ദേവാലയത്തിൽ ഈശോയെ വീണ്ടും കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഈ കാര്യങ്ങളെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം ദൈവിക സന്തോഷങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് ഈ രഹസ്യങ്ങൾ നമ്മെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ദുഃഖകരമായ രഹസ്യങ്ങളിൽ ബ്ലഡ് സ്വെറ്റിംഗ്, ഗെത്സമനിയിലുള്ള രക്തം വിയർക്കുന്ന അവസ്ഥ ഈശോയ്ക്ക് ഉണ്ടായതിനെപ്പറ്റി നമ്മൾ ധ്യാനിക്കുന്നു. അതേ തുടർന്ന് സ്കേർജിങ് അറ്റ് ദ പില്ലർ, പീലാത്തോസിൻ്റെ ഭവനത്തിൽ വെച്ച് ഈശോ ചാട്ടവാറടി ഏൽക്കുന്നു. അതിനെപ്പറ്റി ധ്യാനിക്കുന്നു. 3-ാമതായിട്ട് ക്രൗണിങ് വിത്ത് തോൺസ്, ഈശോയുടെ ശിരസിൽ യൂതന്മാർ മുൾമുടി ധരിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ കാണുന്നു. 4-ാമതായിട്ട് ക്യാരിയിങ് ഓഫ് ദ ക്രോസ്, കുരിശ് വഹിക്കുന്ന, ഭാരമേറിയ കുരിശും വഹിച്ചുള്ള ഈശോയുടെ യാത്രയെപ്പറ്റി ധ്യാനിക്കുന്നു. 5-ാമതായിട്ട് ക്രൂസിഫിക്ഷൻ, കാൽവരി മലയിൽ ഈശോ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ജീവൻ ബലി അർപ്പിക്കുവാൻ തയ്യാറാകുന്നതിനെ പറ്റി നമ്മൾ ധ്യാനിക്കുന്നു. ഇത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിലെ ചില ഭാഗങ്ങളെങ്കിലും ആ സമയത്ത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈശോ എത്രമാത്രം വേദന അനുഭവിച്ചു എന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനെപ്പറ്റി ധ്യാനിച്ചിട്ട് വേണം ഈ ദുഃഖകരമായ രഹസ്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖകരമായ ഗെത്സമനിയിലെ ഒറ്റപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങളെ ക്രൗൺ വെച്ച് തരുന്ന രീതിയിൽ അവഹേളിക്കുന്ന രംഗങ്ങളുണ്ടാകും. അടിക്കുന്നത് പോലുള്ള വേദനിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. നഗ്നനാക്കപ്പെടുന്നു, കുരിശിൽ തറയ്ക്കുന്ന രംഗങ്ങളെല്ലാം ഉണ്ടാകും. ഇത് എല്ലാം ഇതിനോട് ചേർത്ത് വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് സാധിക്കണം ജപമാലയുടെ ഈ ദുഃഖകരമായ രഹസ്യങ്ങളിലൂടെ. അതുപോലെ തന്നെ മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ, ഗ്ലോറിയസ് മിസ്റ്ററീസിൽ ആദ്യം ഈശോയുടെ ഉത്ഥാനത്തെപ്പറ്റി നമ്മൾ ധ്യാനിക്കുന്നു, റിസറക്ഷൻ ഓഫ് ദ ലോർഡ്. അതിനുശേഷം അസെൻഷൻ ഓഫ് ദ ലോർഡ്, സ്വർഗാരോഹണത്തെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. അതേ തുടർന്ന് ഡിസെൻഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ആവാഹനം വന്ന് ശ്ലീഹന്മാരെ എങ്ങനെയാണ് ബലപ്പെടുത്തുന്നതിനെ പറ്റി നാം കാണുന്നു. 4-ാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അസംഷൻ, സ്വർഗാരോപണം നമ്മൾ ധ്യാനിക്കുന്നു. അതിനുശേഷം ക്വീൻഷിപ്പ്, മഹത്വവൽക്കരിക്കപ്പെടുന്ന സഭയെയും സഭാ മക്കളെയും അത് പ്രതിനിധാനം ചെയ്യുന്ന നമുക്കറിയാം. ഇങ്ങനെ മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മഹിമയ്ക്ക് വേണ്ടിയിട്ടുള്ള, മഹത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ബോധ്യം നമ്മൾ ജനിക്കുവാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിൽ കൂട്ടിച്ചേർത്ത പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, ജോർദാൻ നദിയിലെ ഈശോയുടെ മാമോദീസ, നമ്മുടെ മാമോദീസയെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയാക്കണം. കാനായിലെ കല്യാണ വിരുന്ന് 2-ാമത്തെ ധ്യാനത്തിൽ. 3-ാമതായിട്ട് ദൈവരാജ്യ പ്രഘോഷണം. 4-ാമതായിട്ട് രൂപാന്തരീകരണം,
ഈശോ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്നതും 5-ാമത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും ഇതെല്ലാം പ്രകാശിത രഹസ്യങ്ങൾ. ഇതും ധ്യാനാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഇനി ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് എന്ത് പങ്കാണ് ഉണ്ടായിരുന്നത്? അവർ പ്രാർത്ഥനയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു എന്ന് അപ്പോസ്തല പുസ്തകം നടപടി പുസ്തകത്തിലെ 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ അവർ ആ താല്പര്യത്തോടുകൂടെ കൂട്ടായ്മയിൽ ഒന്നായിട്ടിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഈ ഭാഗം നമുക്ക് നൽകുന്ന ഒരു വിചിന്തനം. അതുപോലെ തന്നെ 5 പ്രധാന ഇനം പ്രാർത്ഥനകളുടെ പേരുകൾ ഏവ? 5 തരം പ്രാർത്ഥനയുണ്ട് എന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. 1, പ്രൈസ്, ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതിക്കുന്നത്. 2-ാമത്തത് യാചനാ പ്രാർത്ഥന, സപ്ലിക്കേഷൻ. 3-ാമതായിട്ട് മധ്യസ്ഥ്യ പ്രാർത്ഥനകൾ, ഇൻ്റർസെഷനായിട്ട് മറ്റുള്ളവർക്ക് മധ്യസ്ഥ്യം നൽകുന്ന പ്രാർത്ഥന. 4-ാമതായിട്ട് കൃതജ്ഞതാ പ്രാർത്ഥന. 5 ആശീർവാദ പ്രാർത്ഥന, ആരാധനയാണ് ആദ്യം നൽകേണ്ടത്. ആരാധന, അതിനുശേഷം യാചന പ്രാർത്ഥന, പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം കൃതജ്ഞതാ പ്രാർത്ഥന, ശേഷം സ്തുതിച്ചുകൊണ്ട്. ഇതാണ് പ്രാർത്ഥനയുടെ 5 ഭാഗങ്ങൾ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ 5 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ സമയം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ there should be praise, there should be penance, there should be supplication, there should be intercession, there should be thanksgiving. ഇതെല്ലാം ഉണ്ടാകണം. ഇതെല്ലാം ഉൾച്ചേരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവപിതാവിന് മുൻപിൽ ഏറ്റവും പ്രീതികരമായിട്ട് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവം തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് കൃതജ്ഞത പ്രകാശിപ്പിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു യാചനാ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, നന്ദി ഉണ്ടായിരിക്കണം. ഇതെല്ലാം ചേരുമ്പോഴാണ് ഉത്തമമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് ഒരു രൂപാന്തരം. നമ്മുടെ വിശുദ്ധ കുർബാന ഇതെല്ലാം ഉണ്ട്. അവിടെ ആശീർവാദ ആരാധനയുണ്ട്, യാചനാ പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, കൃതജ്ഞതാ പ്രാർത്ഥനയുണ്ട്, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം നമുക്കും ഇപ്രകാരം പ്രാർത്ഥനയുടെ ഉത്തമ ഭാവങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് ആവശ്യകമാണ്. ദൈവത്തോട് നമ്മൾ അപേക്ഷിച്ച് തന്നെ പ്രാർത്ഥിക്കണം. നമ്മെ സഹായിക്കുന്നതിന് നമ്മുടെ അപേക്ഷകൾ ദൈവത്തിന് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ യാചിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ആശ്രയം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ബന്ധമാണ് കാണിക്കുന്നത്. ശാരീരികമായിട്ടുള്ള ചില നിൽക്കൽ, എപ്പോഴും നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവവചനം ശ്രവിക്കാൻ നമ്മൾ ലൂക്ക 2:51 പോലെ നമുക്ക് ഇരുന്ന് ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയം വഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാഷ്ടാംഗം പ്രണമിച്ചുള്ള പ്രാർത്ഥനയുണ്ട്, കൈകൂപ്പി നിന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ വിവിധ ഭാഗങ്ങൾ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഇനി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തെ വെറുതെ ഒരു മനുഷ്യനെ നമ്മൾ പുകഴ്ത്തി പറയുന്നത് പോലെയുള്ളതല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിലുള്ള നമ്മുടെ സന്തോഷം, നമ്മുടെ ഹൃദയത്തിലെ ആഹ്ലാദം, അത് പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ദൈവത്തെ പുകഴ്ത്തുന്നതല്ല ഇസ്രായേൽ ജനം സങ്കീർത്തനങ്ങളിലൂടെ എല്ലാം ചെയ്തിട്ടുള്ളത്. വെറുതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമില്ല. ദൈവത്തിന് നമ്മുടെ സ്തുതികൾ ആവശ്യമില്ല. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ ഒരു ആമുഖഗീതിയിലുള്ള പ്രാർത്ഥന പോലെ അതുമാണ്. ഞങ്ങളുടെ സ്തുതിഗീതികൾ അങ്ങയുടെ അനന്ത മഹിമയെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും അവ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. നമുക്ക് ദൈവത്തിൽ യഥാർത്ഥത്തിൽ ആനന്ദിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പുകഴ്ത്താനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ അത് തോന്നാത്ത വെറുതെ സ്തുതിച്ചതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന്. പ്രാർത്ഥന ദൈവത്തിൽ മാറ്റം വരുത്തുന്നില്ല, എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ അത് മാറ്റം വരുത്തുന്നുവെന്ന് ചിന്തകനായ തത്വജ്ഞാനിയായ സൊറേൻ കീർക്കഗാർഡ് എന്നുള്ള ചിന്തകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവുന്നത് ശരിയാണോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് യുകാറ്റ് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
കാരണം തോന്നുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം കരുതുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ് യുക്യാറ്റ് 490 ചോദ്യത്തിന് മറുപടിയായിട്ട് നൽകുന്നത്. അത് വെറുതെ പ്രാർത്ഥിക്കാൻ തോന്നിയാൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ എന്ന് വ്യക്തമായിട്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന ഉപേക്ഷിക്കുവാനുള്ളൊരു പ്രവണത അത് നമ്മിൽ വളർത്തുവാനായിട്ട് സഹായിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സദാ പ്രാർത്ഥനാ നിരതരായിരിക്കണം, പ്രത്യേകിച്ചും നന്ദിയുള്ളവരായിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള യാചനകളുണ്ടായിരിക്കണം, ദൈവത്തെ സ്തുതിക്കാനായിട്ട്, ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കാനായിട്ട്, ദൈവത്തിൽ അത്യധികം ആനന്ദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതെല്ലാമാണ് പ്രാർത്ഥനയുടെ ഭാവങ്ങളെപ്പറ്റി പറയുന്നത്. ഇനി ബൈബിളിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ പഠിക്കുവാൻ സാധിക്കുമോ? ബൈബിൾ പ്രാർത്ഥനയുടെ ഉറവിടമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ബൈബിളിലെ വാക്കുകളും സംഭാഷണങ്ങളും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ചും അതിലെ സങ്കീർത്തനങ്ങൾ, പുതിയ നിയമവും മൂല്യവത്തായ നിക്ഷേപാലയമാണ്. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് കാര്യം നമ്മൾ മറക്കരുത്. ഇനി തിരുസഭയുടെ പ്രാർത്ഥനയോട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വലിയ ബന്ധവുമുണ്ടോ? തീർച്ചയായിട്ടും. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു കൂട്ടായ്മയോടുകൂടെ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകമായിട്ടുള്ളൊരു വശങ്ങൾ, അത് 3 കാര്യങ്ങളാണ്: വിശ്വാസം, ശരണം, സ്നേഹം. ഇത് 3ഉമില്ല എങ്കിൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം ശരിയാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഡോൺ ബോസ്കോയുടെ ഒരു ചിന്തയുണ്ട്. ഡോൺ ബോസ്കോ പറയുന്നൊരു കാര്യമുണ്ട്: ദൈവഹിതം അറിയാൻ 3 കാര്യങ്ങൾ ആവശ്യമാണ്. നമുക്ക് എങ്ങനെയാണ് ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്? അത് 1 പ്രാർത്ഥന, 2 കാത്തിരിക്കൽ, 3 ആലോചന സ്വീകരിക്കൽ. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? 1 വ്യക്തിപരമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, 2 കാത്തിരിക്കുക, 3 മറ്റുള്ളവരോട് ആലോചിക്കുക. ഇത് 3ഉം ചെയ്തതിന് ശേഷമാണ് അത് ദൈവഹിതമാണോ, എൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു പ്ലാനിങ് കറക്റ്റാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് 3ഉമില്ലാതെ ഒരു പ്ലാനിങ്ങിന് പോകുന്ന വ്യക്തി അബദ്ധത്തിൽ വീഴുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഡോൺ ബോസ്കോയുടെ ചിന്ത നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. എൻ്റെ അനുദിന കർമ്മ പരിപാടിക്ക് എങ്ങനെയാണ് പ്രാർത്ഥനയുടെ വിദ്യാലയമാകുവാൻ സാധിക്കും? അതാണ് അടുത്തൊരു ചോദ്യം. അനുദിന കർമ്മ പരിപാടി, എവരിഡേ ലൈഫിൽ എങ്ങനെയാണ് പ്രാർത്ഥന ഒരു അവസരമാക്കാൻ കഴിയുന്നത്? ഓരോ സംഭവത്തിനും ഓരോ കണ്ടുമുട്ടലിനും പ്രാർത്ഥിക്കുവാനുള്ള ഒരവസരമാകുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും, അപ്പോൾ പത്രം വായിക്കുമ്പോഴാണെങ്കിലും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോഴാണെങ്കിലും ഇതെല്ലാം ഒരവസരമാണ്. എന്തിന്? പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാകുവാനായിട്ട്. പ്രഭാതത്തിൽ യേശുവുമായിട്ടുള്ള ഐക്യം അന്വേഷിച്ച ഒരുവൻ അവനെ കണ്ടുമുട്ടുന്നവർക്ക്, എതിരാളികൾക്കും ശത്രുക്കൾക്ക് പോലും ഒരു അനുഗ്രഹമായിട്ട് മാറും. നോക്കിക്കേ, പ്രഭാതത്തിൽ തന്നെ ഈ ഒരു പ്രാർത്ഥനയുടെ അനുഭവം പേറുന്ന വ്യക്തി തന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, ഒരുപക്ഷെ തന്നോട് വെറുപ്പും വിദ്വേഷവും പുലർത്തുന്ന, ശത്രുത ഉളവാക്കുന്ന വ്യക്തികളോട് പോലും ഒരു നല്ല രീതിയിൽ അനുഗ്രഹമായിട്ട് വർത്തിക്കുവാനായിട്ട് സാധിക്കും. അതായത് ദിവസത്തിൻ്റെ ഗതിയിൽ തൻ്റെ ആകുലതകളെയെല്ലാം അയാൾ ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്നു. അതാണ് പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടുവെന്ന് നമുക്ക് ഉറച്ചു വിചാരിക്കാൻ പറ്റുമോ? അത് അങ്ങനെ സാധിക്കും. കാരണം ഈശോയുടെ വാക്കുകൾ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അത് ദൈവപിതാവിങ്കിൽ എത്തിച്ചേരുന്നു എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവസാനം കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ എന്നാണ് പറയുന്നത്. ഈശോ വഴിയാണ് എല്ലാ പ്രാർത്ഥനകളും നമ്മൾ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും കേൾക്കപ്പെടും എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി പ്രാർത്ഥന നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആവശ്യകമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധിയിലേക്ക് തിരിയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ സഹായിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ഭാവത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.
പലതരം പ്രാർത്ഥനയുടെ ശൈലികൾ, ശീലങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ്കൻ ആധ്യാത്മികത ദാരിദ്ര്യാരൂപി കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ബെനഡിക്റ്റൈൻ ആധ്യാത്മികത ദൈവസ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇഗ്നേഷ്യൻ ആത്മീയതയാകട്ടെ തിരിച്ചറിയൽ, ഡിസേൺമെൻറ്റ് അല്ലെങ്കിൽ വിളി എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥനയുടെ വിവിധ വ്യതിരിക്തങ്ങളായ ഭാവങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇനി അടുത്ത ചോദ്യം, എവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഏത് തൊഴിൽ രംഗത്താണെങ്കിലും അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായിട്ട് തീർച്ചയായിട്ടും ദൈവത്തെ കണ്ടുപിടിക്കും. പ്രത്യേകമായിട്ട് യുകാറ്റ് 498 പറയുന്നുണ്ട്, അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ സക്രാരിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇനി പ്രാർത്ഥനയുടെ രീതി എങ്ങനെയായിരിക്കണം? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ആദിമകാലം മുതൽ തന്നെ 3 സന്ദർഭങ്ങളിൽ മനുഷ്യർ പ്രാർത്ഥിച്ചിരുന്നതായിട്ട് ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ 1, സായാഹ്നത്തിൽ 2, 3 എപ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുന്നുവോ അപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നൊരു രീതി ആണ് ആദിമകാലം മുതലേ ഉണ്ടായിട്ടുള്ളത്. പ്രാർത്ഥിക്കാൻ പല വഴികളുണ്ടോ? ഉണ്ട്. 1 വാചിക പ്രാർത്ഥന, അതായത് വാചകങ്ങൾ കൊണ്ട് ഉള്ള ജപങ്ങളും പ്രാർത്ഥനകളും ചെയ്ത്. 2 ധ്യാനം, മനസ്സിലുള്ള പ്രാർത്ഥന. 3 ഗാഠധ്യാന പ്രാർത്ഥന, കോണ്ടംപ്ലേഷൻ എന്ന് പറയും. വെറും മെഡിറ്റേഷൻ അല്ലാതെ കോണ്ടംപ്ലേഷൻ. അപ്പോൾ ഇതും ഒരു പ്രാർത്ഥന ആണ്. ഇനി വാചിക പ്രാർത്ഥന, ഈശോ തന്നെ വാചിക പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവ് ഒരു വാചിക പ്രാർത്ഥനയാണ്. ഇനി ധ്യാനത്തിൻ്റെ സാരാംശം എന്താണ്? ധ്യാനത്തിൻ്റെ സാരാംശം പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്വേഷണമാണ്. പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു അന്വേഷണത്തെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഒരു വിശുദ്ധ ഗ്രന്ഥഭാഗം എടുത്ത് വായിച്ചതിന് ശേഷം അതിനെപ്പറ്റി മാനസികമായിട്ട് ചിന്തിക്കുന്നതിനെയാണ് ധ്യാന പ്രാർത്ഥന എന്ന് പറയുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ യുവജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 2005 നവംബർ 21 യുവാക്കളോട് അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പഠിപ്പിക്കാൻ അവിടത്തോട് അപേക്ഷിക്കണം. അവിടത്തോടെന്ന് വെച്ചാൽ ഈശോയോട് പറയണം, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഈശോയോട് നേരിട്ട് നിങ്ങൾ പറയണം. നിങ്ങളോടൊപ്പവും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവിനോടും നിങ്ങൾ അപേക്ഷിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് കരുതുന്ന വ്യക്തികൾ ആദ്യം അത് ഈശോയോട് തന്നെ പറയും, ഈശോ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. മാതാവിനോട് പറയുക, ഈശോയുടെ ഹിതം വചനമനുസരിച്ച് ജീവിക്കാൻ എനിക്കറിയില്ല, എന്നെ പഠിപ്പിക്കണമേ. തീർച്ചയായിട്ടും ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥനയുടെ രീതി മനസ്സിലാകും. ഇനി ആ ഗാഠധ്യാനാത്മകമായ പ്രാർത്ഥന എന്താണ്? സമയവും ദൃഢനിശ്ചയവും സർവോപരി നിർമ്മല ഹൃദയവും ആവശ്യമാണ് ഈ ഗാഠാരാധന പ്രാർത്ഥനയ്ക്ക്. അതായത് കോണ്ടംപ്ലേറ്റീവ് ലെവലിൽ അല്പം കൂടി ആഴത്തിൽ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് അത് പറയുന്നത്. അതൊരു സൃഷ്ടിയുടെ വിനീതമായ പാവപ്പെട്ട ഭക്തിയാണത്. എല്ലാ ആത്മീയതയുടെയും ആഴത്തിലാണ് ഈ കോണ്ടംപ്ലേഷൻ ഉണ്ടാകുന്നത്. വാചിക പ്രാർത്ഥന ആവശ്യമാണ്, അത് ധ്യാനത്തിലേക്ക് നയിക്കും. ധ്യാനം ഈ കോണ്ടംപ്ലേഷനിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ധ്യാനം എന്നുള്ളത് ഈ ഗാഠമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ എന്താണ് നേടാനാവുന്നത്? ദൈവമായിട്ടൊരു ഉറ്റബന്ധം സ്ഥാപിക്കാനായിട്ട് അത് സാധിക്കും. ദൈവവചനത്തെ പറ്റിയുള്ള പുതിയ ശീലങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംവേദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ, അതനുസരിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ അത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് പ്രാർത്ഥന ചിലപ്പോൾ ഒരു സമരമാകുന്നത്? ഒരു ചോദ്യമാണ്. 505-ാമത്തെ ചോദ്യമാണ്. വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലുമുള്ള വളർച്ചയെ എല്ലാ കാലത്തെയും ആധ്യാത്മിക ഗുരുക്കന്മാർ വിവരിച്ചിട്ടുള്ളത് ആത്മീയമായിട്ടുള്ള ഒരു ജീവൻ മരണ സമരമായിട്ടാണ്. പടക്കളം മനുഷ്യൻ്റെ ആന്തരിക ജീവിതമാണ്. ക്രൈസ്തവൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. സ്വാർത്ഥത കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പരാജയപ്പെടാം, വിലയില്ലാത്ത വസ്തുക്കളിൽ നമ്മെ നഷ്ടപ്പെടുത്തുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ നേടാം. അതായത് ജീവിതം ഒരു ബാറ്റിൽ ഫീൽഡാണ്, സമരമുഖമാണ്. അതിനെ പ്രാർത്ഥന എന്ന ആയുധം കൊണ്ട് തന്നെ നേരിട്ടെങ്കിൽ മാത്രമേ വിജയിക്കൂ. ഇല്ലാത്തവർ എല്ലാം ഈ പടക്കളത്തിൽ അതിദയനീയമായിട്ട് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി തന്നോട് തന്നെയുള്ള ഒരുതരം സംഭാഷണമല്ലേ പ്രാർത്ഥന എന്നൊരു ചോദ്യമുണ്ട്. അല്ല, അത് എന്നിൽ നിന്നും ഞാൻ അവനിലേക്ക് തിരിയുന്ന ഒരു മൗലികമായ തുറവി, അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന സഹായകമല്ലെന്ന് കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
പ്രാർത്ഥന ഉപരിപ്ലവമായ വിജയം അന്വേഷിക്കുന്നില്ല, പിന്നെയോ ദൈവഹിതത്തെയും അവിടുന്നുമായുള്ള ഉറ്റ ബന്ധത്തെയുമാണ് അന്വേഷിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വിജയിക്കുന്ന വ്യക്തി ആയിരിക്കണമെന്നില്ല. മറിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പരാജയമുണ്ടെങ്കിലും ദൈവഹിതം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വസ്തുത. അത് പ്രാർത്ഥനയോടൊപ്പം ഉപവാസവും ജാഗരണവും കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ശക്തിയുള്ളതായിട്ട് നമുക്ക് യുക്യാറ്റ് നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും അനുഭവപ്പെടാതിരുന്നാൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൽ മടി തോന്നുക ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥനയിൽ വ്യഗ്രചിന്തകൾ, ആന്തരിക ശൂന്യതയുടെയും ശുഷ്കതയുടെ അനുഭവം, യഥാർത്ഥത്തിൽ പ്രാർത്ഥനയോടുള്ള വെറുപ്പ് പോലും പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അത് ഒരു സത്യമാണ്. അത് എപ്പോഴും ഒരുപോലെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കുമോ? ഇല്ല. എപ്പോഴും ഒരേ എനർജി ലെവൽ കീപ്പപ്പ് ചെയ്ത് ജീവിതം മുഴുവനും കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല. അത് സ്വാഭാവികമൊരു വസ്തുതയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് പോലും ദീർഘനാൾ ദൈവസ്നേഹത്തിന് അനുഭവം ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യ വർഷങ്ങളോളം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇതെല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും. എപ്പോഴും ഒരുപോലെ അല്ല നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം. അതിൽ പക്ഷേ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് തന്നെയാണ്. ഇനി അടുത്തൊരു ചോദ്യം, നല്ല ചോദ്യമാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ സുദീർഘ യാത്രയ്ക്കും അങ്ങേയറ്റത്തെ വെല്ലുവിളികൾക്കും വേണ്ടി സൗജന്യമായി ഇന്ധനം ലഭിക്കുന്നതിന് ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് പോലെയാണ് പ്രാർത്ഥിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ ഒന്നിൽ നിന്നും ഒളിച്ചോടുന്നില്ല. പിന്നെയോ ഒരു സമഗ്രത എന്ന നിലയിൽ യാഥാർത്ഥ്യം കാണുവാൻ കണ്ണുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യത്തോട് ഒത്തുപോകുവാനുള്ള ശക്തി സർവശക്തനായ ദൈവത്തിൽ നിന്നും അയാൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ ദൈവത്തിൽ നിന്നും ഒരു ശക്തി അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ സാധിക്കും? അടുത്ത ചോദ്യം അതാണ്. പ്രാർത്ഥന എപ്പോഴും സാധ്യമാണ്. കാരണം രാവിലെയോ സന്ധ്യയ്ക്കോ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപോ പിൻപോ ഇനി കുറച്ച് വാക്കുകൾ കൊണ്ട് മാത്രം ദൈവത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയായിട്ട് മാറണം എന്നാണ് പറയുന്നത്. ഏറ്റവും ചില നമ്മുടെ പാരമ്പര്യത്തിലുള്ള പൗരസ്ത്യ സഭയിലാണ് പ്രത്യേകിച്ചുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പാരമ്പര്യത്തിലുള്ളൊരു പ്രാർത്ഥനയാണ്. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നുള്ളത്. സഞ്ചാരിയുടെ ദൈവം എന്നുള്ള പുസ്തകത്തിലെല്ലാം നമ്മളത് വായിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാചിക പ്രാർത്ഥന. അത് ആത്മീയ ജീവിതത്തിൽ പോലും പ്രഭോ യേശുനാഥ, പാപിയായ എന്നിൽ കരുണമേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹാവ് മേഴ്സി ഓൺ മി എ സിന്നർ. ഇത്രയും പറയാൻ തന്നെ അതിനകത്ത് എല്ലാം ഉണ്ട്. ദൈവത്തിന് മുൻപിൽ അടിയറ വയ്ക്കുന്ന അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നതുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ പ്രഭു എന്ന് വിളിക്കുന്നത്, കർത്താവ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഉള്ളത്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു ചെറിയ വിവരണം കൂടെ നൽകിക്കൊണ്ടാണ് യുക്യാറ്റ് അവസാനിക്കുന്നത്. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ അഭിപ്രായത്തിൽ കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവ്, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥനയാണ്. തെർത്തുല്യൻ പറയുന്നത് മുഴുവൻ സുവിശേഷത്തിൻ്റെയും സംഗ്രഹം എന്നാണ് ചിന്തകനായ തെർത്തുല്യൻ പറയുന്നത്. കർത്തൃപ്രാർത്ഥന ഒരു പ്രാർത്ഥനയേക്കാൾ കൂടിയ മറ്റെന്തോ എന്നാണ് യുക്യാറ്റ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഉണ്ടായത് എങ്ങനെയെന്ന് നമുക്കറിയാം. അത് ഈശോയുടെ ഒരു ശിഷ്യൻ നടത്തിയ ഒരു അഭ്യർത്ഥനയുടെ ഫലമായിട്ട് ഉണ്ടായതാണ് കർത്തൃപ്രാർത്ഥന. തൻ്റെ ഗുരുവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈശോ വെളിപ്പെടുത്തി കൊടുത്തതാണത്. ഈ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവത്തോടുള്ള 7 അപേക്ഷകൾ ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ 3 അപേക്ഷകൾ ദൈവത്തെയും ശരിയായി അവിടുത്തെ സേവിക്കുന്നതിനെയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവസാനത്തെ 4 അപേക്ഷകളാകട്ടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് നാം പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാനുഷിക ആവശ്യങ്ങളാണ്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നതിനുള്ള ആത്മധൈര്യം നമുക്ക് എവിടെ നിന്നും കിട്ടും?
ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകണം എന്നാണ് യുക്യാറ്റ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തെന്നാൽ ഈശോ തന്നോടുള്ള ഉറ്റ ബന്ധത്തിലേക്ക് നമ്മെ വിളിക്കുകയും നമ്മെ ദൈവമക്കളാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ആബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് സാധിക്കണം. ആ ഒരു പിതൃപുത്ര ബന്ധമാണ്, പിതൃതുല്യനായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് ഇത് വരച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വന്തം പിതാവിൽ നിന്നും ക്രൂരതകൾ ഏറ്റുവാങ്ങുന്ന മക്കളുണ്ടെങ്കിൽ പോലും അവർക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും എന്ന് 516-ാമത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഭൗമിക മാതാപിതാക്കന്മാരാൽ വെറുക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പോലും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ക്രൂരമായി മറ്റുള്ളവർ നിഷേധിച്ചിട്ടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ വിസ്മയനീയമാം വിധം മാനുഷിക സങ്കല്പങ്ങൾക്കെല്ലാം അതീതമായി നിലനിൽക്കുന്ന സ്നേഹം അനുഭവിച്ചറിയുവാൻ അവർ സ്വയം അനുവദിക്കണം. മിക്കപ്പോഴും അത് അവരുടെ കടമയായിട്ട് മാറണം എന്നാണ് യുക്യാറ്റ് നമ്മളോട് പറയുന്നത്. ഇനി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ നമ്മൾ സ്വയം പരിവർത്തനത്തിന് വിധേയരാവുകയാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിതാവായ ദൈവം തൻ്റെ മക്കളിൽ ഓരോ വ്യക്തിയെയും പരിവർത്തന വിധേയമായ ഒരു സ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് രൂപാന്തരീകരണം ഉണ്ടാകുന്നു. ആ പ്രാർത്ഥന കഴിയുമ്പോൾ അതിൻ്റെ സാരസംഗ്രഹം ഗ്രഹിക്കുന്ന വ്യക്തികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പിതാവ് സ്വർഗത്തിലാണെങ്കിൽ എവിടെയാണ് ആ സ്വർഗം? അങ്ങനെയാണ് അടുത്തൊരു ചോദ്യം. നാം മേഘങ്ങളുടെ മുകളിൽ സ്വർഗം അന്വേഷിക്കരുത്. എവിടെയെല്ലാം ദൈവത്തിലേക്ക്, അവിടുത്തെ മഹത്വത്തിലേക്ക്, നമ്മുടെ അയൽക്കാരനിലേക്ക്, ആവശ്യങ്ങളിലേക്ക് തിരിയുന്നുവോ അവിടെയെല്ലാം നാം സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നുവോ അവിടെയെല്ലാം നാം മാനസാന്തരപ്പെടുകയും ദൈവവുമായി അനുരഞ്ജിതരാവുകയും ചെയ്യുന്നുവോ അവിടെയെല്ലാം സ്വർഗം തുറക്കപ്പെടുന്നു. ഇതാണ് സ്വർഗത്തെ പറ്റിയുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ പറയുന്നത്. ഇനി അങ്ങയുടെ നാമം പൂജിതമാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധ ലിഖിതത്തിൽ പേര് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമത്തെ പൂജിക്കുക എന്നതിൻ്റെ അർത്ഥം അവിടത്തോട് നീതി പുലർത്തുക, അവിടുത്തെ അംഗീകരിക്കുക, അവിടുത്തെ ആരാധിക്കുക, സ്തുതിക്കുക, ബഹുമാനം നൽകുക, അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുക പരമപ്രധാനമായിട്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അവിടുത്തെ നാമം പൂജിതമാകുന്ന പ്രാർത്ഥനയുടെ സാങ്കത്യം ഒരുവായിട്ട് മാറുന്നത്. ഇനി അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് വീണ്ടും വരുവാൻ നാം ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥന. ഭൂമിയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ഭരണം സുനിശ്ചിതമായി പ്രബലപ്പെടട്ടെ എന്നാണ് നമ്മൾ അതിലൂടെ എല്ലാം പ്രാർത്ഥിക്കുന്നത്. ദൈവം ഇഷ്ടപ്പെടുന്നതെല്ലാം ഇഷ്ടപ്പെടുക, അവ എപ്പോഴും ഇഷ്ടപ്പെടുക, എല്ലാ സാഹചര്യത്തിലും കരുതിവയ്ക്കലൊന്നുമില്ലാതെ ഇഷ്ടപ്പെടുക, അതാണ് ദൈവരാജ്യം. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പദ്ധതികളിലും നമ്മുടെ ഇഷ്ടത്തിലും നമ്മുടെ ആശയങ്ങളിലും നമ്മുടെ ഹൃദയം പ്രതിഷ്ഠിക്കൽ തുടർന്നു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഭൂമി സ്വർഗമാവുകയില്ല. ഒരു വീട്ടിൽ അപ്പൻ പറയുകയാണ്, ഞാൻ ചിന്തിക്കുന്നത് പോലെ മാത്രമേ ഇവിടെ എല്ലാവരും ചിന്തിക്കാൻ പാടുള്ളൂ. ഒരമ്മ പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. അവിടെ ഒരിക്കലും സ്വർഗം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് യുക്യാറ്റ് 521-ാമത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അനുദിന ആഹാരത്തെക്കുറിച്ചുള്ള അപേക്ഷ നമ്മെ എല്ലാ വസ്തുക്കളും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ നന്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാക്കുന്നു. ജീവനെ സംബന്ധിച്ച് അത്യാവശ്യമായിരിക്കുന്ന ഭൗതികവും ആത്മീയവുമായ സർവ്വതും ഉൾപ്പെടെ അവിടുത്തെ നന്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാക്കുന്നു. അതായത് നമുക്ക് വേണ്ട, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ട ഒരു കാര്യത്തെ കൂടി ആണ് പറയുന്നതെങ്കിലും അതിനൊരു ആത്മീയമായിട്ടുള്ള മാനം കൂടെയുണ്ട്. ഈശോ ശിഷ്യന്മാർ, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, ദൈവവചനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് വേണ്ടുന്ന ആഹാരം ദൈവത്തിൻ്റെ വചനം കൊണ്ട് അനുദിനം നമ്മൾ തൃപ്തരാക്കപ്പെടണം എന്നാണ് ഇത് വചനത്തിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല? ഭൗമിക വസ്തുക്കൾ കൊണ്ട് തൃപ്തിപ്പെടുത്താനാവാത്ത ഒരു ആധ്യാത്മിക വിശപ്പ് മനുഷ്യർക്കുണ്ടെന്ന് വിശുദ്ധ ലിഖിതത്തിലെ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരിപോഷിപ്പിക്കപ്പെടുന്നത് ദിവ്യകാരുണ്യം കൂടെ കൊണ്ടാണ് എന്ന് പറയുന്നത്.
കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. അനുദിനാഹാരത്തിനു വേണ്ടിയുള്ള വിശപ്പുണ്ട്, എന്നാൽ സ്നേഹത്തിനും കാരുണ്യത്തിനും പരസ്പര ബഹുമാനത്തിനും വേണ്ടിയുള്ള വിശപ്പുമുണ്ട്. അതാണ് ആളുകൾ ഇന്നേറെ സഹിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് മദർ തെരേസ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത ചോദ്യം. ദയാപൂർണമായ ക്ഷമിക്കൽ നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയും നാം അന്വേഷിക്കുന്ന ദയയും വിഭജിക്കാനാവാത്തതാണ്. അതായത് ഞാൻ ദൈവത്തോട് കാരുണ്യം അപേക്ഷിക്കുമ്പോൾ ഈ കാരുണ്യം സ്വീകരിക്കണമെങ്കിൽ ഈ കാരുണ്യം മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറാകുന്ന വ്യക്തിയായിരിക്കണം. മറ്റുള്ളവരിൽ നിന്നും കാരുണ്യം ഞാൻ തേടുമ്പോൾ ഞാൻ അത് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകണം. ഇതാണ് ദൈവത്തിൻ്റെ ദയയും ഞാൻ ആഗ്രഹിക്കുന്ന ദയയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി. ഇത് വിഭജിക്കാനാവാത്ത ഒന്നാണ് എന്ന് യുകാറ്റ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കരുണയുടെ വർഷത്തിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് ധ്യാനിച്ചിട്ടുള്ളതാണ്. പലരും ക്ഷമയുടെ അഭാവത്തോടുകൂടെ ജീവിതകാലം മുഴുവനും സമരം ചെയ്ത് ജീവിക്കുന്നുണ്ട്. അനുരഞ്ജിതരാകാതിരിക്കുക എന്ന അഗാധമായ തടസ്സം ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് മാത്രമേ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. ഇനി ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും നാം പാപത്തിൽ വീഴുകയും ദൈവത്തോട് ഇല്ല എന്ന് പറയുകയും ചെയ്യുക എന്ന അപകട സാധ്യതയിലാണ്. അതുകൊണ്ട് തന്നെ അനുദിനം നമുക്ക് ദൈവത്തോട് ഈ പ്രാർത്ഥനയുടെ പ്രലോഭനങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള വസ്തുതയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? ലോകത്തിലെ തിന്മയ്ക്ക് സർവനാശം വരുത്തുവാനും വേണ്ട ശക്തിയുണ്ടെന്ന കാര്യം നിഷേധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. സാത്താൻ എടുത്ത നിർദ്ദേശങ്ങൾ നമ്മെ ചുറ്റി ഇരിക്കുന്നുവെന്നും ചരിത്രത്തിൽ പലപ്പോഴും ഭൂതാവേശം ഉണ്ടായിട്ടുണ്ടെന്നും നിഷേധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിശുദ്ധലിഖിതം മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാലോകത്തിലെ ആധിപത്യന്മാർക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എഫേസ്യ ലേഖനം 6:12 വായിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവെന്ന ജപത്തിലെ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമെന്ന യാചന ഈ ലോകത്തിലുള്ള സകല ദുരിതങ്ങളെയും ദൈവത്തിനുമുൻപാകെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സർവ്വ തിന്മകളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുവാൻ സർവശക്തനായ ദൈവത്തോട് നമ്മൾ കേണപേക്ഷിക്കുകയോടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തിന്മയിൽ നിന്നും അനുദിനം വിട്ടുനിൽക്കാനുള്ള ശക്തിയും ഊർജവും ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വർഗസ്ഥനായ എന്ന ജപം ആമേൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്? ക്രൈസ്തവരും യഹൂദരും അതിപ്രാചീന കാലം മുതൽ തന്നെ അവരുടെ സകല പ്രാർത്ഥനകളും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപസംഹരിച്ചിരുന്നത്. അതേ അല്ലെങ്കിൽ അപ്രകാരമായി തീരട്ടെ, ലെറ്റ് ഇറ്റ് ബി സോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുവഴി ദൈവത്തിൻ്റെ ഹിതത്തോടുള്ള ഒരു അടിയറ വയ്ക്കുന്ന കൂടി ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു ആമേൻ എന്നുള്ള പ്രാർത്ഥന. ഒരു വ്യക്തി തൻ്റെ വാക്കുകളോട് ആമേൻ പറയുമ്പോൾ തൻ്റെ ജീവിതത്തോടും തൻ്റെ ജീവിത ഭാഗതയത്തോടും ആമേൻ പറയുമ്പോൾ, തന്നെ കാത്തിരിക്കുന്ന സന്തോഷങ്ങൾക്ക് ആമേൻ പറയുമ്പോൾ സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നു. നാം ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുന്നു. ആരംഭത്തിൽ നമ്മെ സൃഷ്ടിച്ച സ്നേഹത്തോടുകൂടെ തന്നെ നമ്മൾ അതിലെത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ ആമേൻ പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യുകാറ്റിൽ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള 4ാം ഭാഗത്ത് നമ്മൾ ശ്രവിച്ചത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കട്ടെ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് നമ്മളെ ആഴപ്പെടുത്തട്ടെ. പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവത്തോടും നമ്മുടെ സമസൃഷ്ടങ്ങളോടുമുള്ള സ്നേഹത്തിൽ ജീവിതം നയിക്കുവാൻ പ്രാർത്ഥനയുടെ ജീവിതം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ യുവ സുഹൃത്തുക്കൾക്കും ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനയുടെ വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുവാൻ ദൈവം ഇട നൽകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. യുകാറ്റിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അനുദിന വിചിന്തനത്തിന് ഇടയാകട്ടെ. ഉറച്ച ബോധ്യത്തോടുകൂടെ വിശ്വാസ ജീവിതത്തിൽ സഞ്ചരിക്കുവാൻ ഇത് നമ്മെ ശക്തരാക്കട്ടെ, പ്രാപ്തരാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.